കാഞ്ഞങ്ങാട്ടെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ ഹോസ്റ്റൽ വാർഡനെതിരെ കേസ് വന്നിരിക്കുന്നു. വിദ്യാർത്ഥിനിയുടെ അമ്മയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. വാർഡൻ ഭീഷണിപ്പെടുത്തിയതിലുള്ള മനോവിഷമം മൂലമാണ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പ്രതിഷേധം തുടരാനാണ് യുവജന സംഘടനകളുടെ തീരുമാനം. അർജുൻ കല്യാട് ഇപ്പോൾ അവിടെയുണ്ട്. അർജുൻ കല്യാട്, വാർഡന്റെ പേരിലുള്ള പ്രധാനപ്പെട്ട ആരോപണം എന്തൊക്കെയാണ്? കുടുംബം വാർഡനെതിരെ തിരിയുമ്പോൾ സ്വാഭാവികമായും വാർഡൻ സ്വീകരിച്ച ചില നിലപാടുകൾ ഈ പെൺകുട്ടിക്ക് മനോവിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ് പരാതി. എഫ്ഐആറിൽ പരാമർശിച്ചിരിക്കുന്നത് എന്താണ് വാർഡന്റെ റോൾ? അരുൺകുമാർ, കാഞ്ഞങ്ങാട് നഴ്സിംഗ് കോളേജിൽ നടന്നിട്ടുള്ള ഈ ആത്മഹത്യാ ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഒരു കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ ആത്മഹത്യാ ശ്രമം നടത്തി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ ഇപ്പോൾ വിദ്യാർത്ഥിനിയുടെ പരാതി നൽകിയിരുന്നു. അമ്മയാണ് പരാതി നൽകിയത്. ഇന്നലെ തന്നെ ഇതിനകത്ത് നടപടി സ്വീകരിക്കാം എന്നുള്ളതായിരുന്നു പോലീസ് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഉറപ്പ്. വിദ്യാർത്ഥികൾ ഇന്നലെ ചർച്ച നടത്തുന്ന ഘട്ടത്തിലും ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടു. എന്തായാലും ഈ കാഞ്ഞങ്ങാട് നഴ്സിംഗ് കോളേജിലുള്ള ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന് ഇന്നലെ പോലീസ് നടപടിയൊക്കെ വലിയ രീതിയിൽ വാർത്തയായതാണ്. ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ മാർച്ച് ഡിവൈഎസ്പി ഓഫീസിലേക്കാണ്. ഡിവൈഎഫ്ഐയുടെ മാർച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും ഇന്നലെ ഡിവൈഎഫ്ഐ നേതാക്കൾക്കും SFI നേതാക്കൾക്കും ഒക്കെ പരിക്കേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് ലാത്തി ചാർജിലാണ് പരിക്കേറ്റത്. എന്തായാലും ശക്തമായിട്ടുള്ള സമരങ്ങൾ ഇന്നും നടക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഇതിന് തൊട്ടു പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസും ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഈ വനിതാ കമ്മീഷനും ഇന്ന് ഈ വിദ്യാർത്ഥികളെ നേരിൽ കണ്ട് അത്തരത്തിലുള്ള നടപടികൾ വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. വനിതാ കമ്മീഷൻ അംഗം കുഞ്ഞായിഷ ഇന്ന് രാവിലെ ഈ ആശുപത്രിയിലേക്ക് എത്തുകയും ആശുപത്രിയിലുള്ള മറ്റ് വിദ്യാർത്ഥികളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വാർഡനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു മൊഴികളാണ് ഈ വനിതാ കമ്മീഷൻ അംഗത്തിന് നൽകിയിട്ടുള്ളത്.